ഓമിതം സർവം തസ്യേകം യഥാനം ഭൂതം ഭവിഷ്യതി സർവമോകാരയേവ തച്ചാന്യത്രികാലാതീതം തദോകാരയേവ. സർവം ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗ്രതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുക്തസ്ഥൂലഭുവൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അംഗപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുക്തസ്ഥൂലഭുവൈശ്വാനര ദ്വിതീയപാദഃ. പ്രസക്തോന കഞ്ചന കാമം കാമയതേന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം. സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനേവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞേശ അന്തര്യാമീശ യോനിഃ സർവസ്യ പ്രഭാപ്തയോ ഹി ഭൂതാനാം. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം വ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷ്യം അചിന്യം അവ്യപദേശം യഥാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയഃ. സ്വയമാത്മാദ്യക്ഷരം ഓംകാരം അധിമാത്രം പാദമാത്ര മാത്രാസ്വപാദം ഉകാര ഉകാരോ ഉകാരൈതി. ജാഗ്രതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാദ്വാ ആപ്നോതിഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യ ഏവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയാമാത്ര ഉത്കർഷാത് ഉഭയത്വാദ്വാ ഉത്കർഷതിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി ന സ്യാദ് ബ്രഹ്മവിദ് കുലേ ഭവതി യ ഏവം വേദ. സുഷുപ്തസ്ഥാനപ്രാജ്ഞോ മകാരസ്തൃതീയാമാത്ര േർവാ വിനോദിഹ വാ ഇതം സർവം അപീതിശ്ച ഭവതി യ ഏവം വേദ. മാത്രശ്ചതുർത്ഥോ അവ്യവഹാരിഃ പ്രപഞ്ചോപശം ശിവോ അദ്വൈത ഏവം ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ.
അനാഥശാന്തി പ്രകടനത്തിൽ 13ാമത്തെ കാരിക. അജാദ്വൈ ജായതേ യസ്യ ദൃഷ്ടാന്തസ്തസ്യ നാസ്തി വൈ ജാതാച്ച ജായമാനസ്യ ന വ്യവസ്ഥ പ്രസജ്യതേ. കിഞ്ച അന്യത് അജാത് അനുത്പന്നാത് നിത്യാത് വസ്തുനോ ജായതേ യസ്യ വാദിനഃ കാര്യം ദൃഷ്ടാന്തം തസ്യ നാസ്തി വൈ. ഇവിടെ സാഖ്യന്മാരുടെ സിദ്ധാന്തത്തിലുള്ള പൊരുത്തക്കേടുകളെ എടുത്ത് കാണിക്കുകയാണ്. വാസ്തവത്തിൽ ഒന്നും ജനിക്കുന്നില്ല, വാസ്തവമായി ഒന്നും ജനിക്കുന്നില്ല. അതാണ് ഗുഡാചാര്യൻ സമർത്ഥിക്കുന്നത്. സാഖ്യന്മാരെന്താണ് പറയുന്നത്? പ്രധാനം അജമാണ്, അത് ജനിച്ചതല്ല, അത് എന്നും ഉള്ളതാണ്, നിത്യമാണ്, അനാദിയാണ്, അനന്തമാണ്. അങ്ങനെയുള്ള അജമായിരിക്കുന്ന പ്രധാനത്തിൽ നിന്നും ആണ് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായതെന്നാണ്. അജമായി ജനിക്കാത്ത ഒന്നിൽ നിന്നുണ്ടാകുക, അത് യുക്തിക്ക് നിരക്കുന്നതല്ലെന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അത് ശരിയല്ല. അന്യദജാദനുത്പന്ന നിത്യാദ് വസ്തുനഃ ജായതേ യസ്യ വാദിനഃ. അജമായ നിത്യമായ ഒന്നിൽ നിന്ന്, പ്രധാനത്തിൽ നിന്ന് ഉണ്ടാകുന്നു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്തുകൊണ്ട്? തസ്യ ദൃഷ്ടാന്തം നാസ്തി. അതിനൊരു ഉദാഹരണം പറയാനില്ല. ജനിക്കാത്ത ഒന്നിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ള ഉദാഹരണമില്ല. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവ് ജനിച്ചതാണ്. വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടാകുന്നു, വൃക്ഷം ജനിച്ചതാണ്. ലോകത്ത് ജനിച്ചതിൽ നിന്ന് ജനിക്കുന്നതേ കാണുന്നു. ജനിക്കാത്തതിൽ നിന്നൊന്ന് ജനിക്കുക എന്ന് പറയുന്നത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. സാഖ്യന്മാരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജനിക്കാത്തതിൽ നിന്ന് ജനിക്കുന്നു. അവർക്ക് പറയേണ്ടി വരും ജനിച്ചതിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയേണ്ടി വരും. ജനിച്ചതിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ ചോദിക്കും, അത് ഏതിൽ നിന്ന് ജനിച്ചു? അതിന്റെ കാരണമെന്ത്? ഈ കാരണാന്വേഷണം പിന്നിലോട്ട് പോയാൽ ഒരിടത്തും എത്തിച്ചേർക്കില്ല. അതുകൊണ്ട് ഈ കാരണാന്വേഷണത്തെ ഒരിടത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നു, കാരണം എന്താണോ അത് ജനിച്ചിട്ടില്ല, അതിൽ നിന്നാണ് ജനിക്കുന്ന സർവ്വം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതിന് ദൃഷ്ടാന്തം ഈ പ്രപഞ്ചാനുഭവത്തിൽ കിട്ടത്തില്ല. ദൃഷ്ടാന്താഭാവേ അർത്ഥാത് അജാന്ന കിഞ്ചിത് ജായതേ ഇതി സിദ്ധം ഭവതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അജത്തിൽ നിന്ന്, ജനിക്കാത്തതിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ളത് ഒരിക്കലും സമർത്ഥിക്കാൻ കഴിയത്തില്ല. ഉദാഹരണമില്ല, എടുത്ത് കാണിക്കാനില്ല. ജനിക്കാത്ത ഒന്നിൽ നിന്ന് ജനിച്ച ഒന്നിനെ കാണിക്കാൻ നിവൃത്തിയില്ല. യഥാ പുനർജാതാജായമാനസ്യ വസ്തുനോ അഭ്യൂമ തദപി അന്യസ്മാത് ജാതാത് തദപി അന്യസ്മാത് ന വ്യവസ്ഥ പ്രസജ്യതേ അനവസ്ഥാനം സ്യാത്. അങ്ങനെ ഒരു ദൃഷ്ടാന്തത്തെ കാണിക്കാനില്ല. അതുകൊണ്ട് പറയുകയാണ് ജനിച്ചതിൽ നിന്ന് ജനിക്കുന്നു, ലോകത്ത് അങ്ങനെയാണ് കാണുന്നതും എന്ന് പറഞ്ഞാലോ അതും ശരിയാകത്തില്ല. കാരണം ജനിച്ചതിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നിലേക്ക് പോകും. അതെന്തിൽ നിന്ന് ജനിച്ചു, അതെന്തിൽ നിന്ന് ജനിച്ചു എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല. അനവസ്ഥാദോഷം വരും. തദപ്പി അന്യസ്മാത് ജാത തദപ്പി അന്യസ്മാതി എന്ന വ്യവസ്ഥ പ്രസക്തി. ഒരു തീരുമാനത്തിലെത്താൻ കഴിയത്തില്ല. ഇതെവിടെയാണ് തുടങ്ങിയത്? ആദ്യം ഈ സൃഷ്ടിയുടെ ആദ്യം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല. കാരണം
ഏതിനെങ്കിലും ഒന്നിനെ സൃഷ്ടിയുടെ ആദ്യമായി പറഞ്ഞാൽ അത് ചോദിക്കാം, അതിനാര് സൃഷ്ടിച്ചു? നിങ്ങൾ പറയണം ഈശ്വരനാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവിടെയും ചോദിക്കും എന്താണ് ഈശ്വരനെ ഇപ്പോൾ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കും. അതാണ് അനവസ്ഥാനം. ഇതിനൊരു അവസാനമില്ലാതെ വരുന്നു. പറയണു അതിനാരും സൃഷ്ടിക്കേണ്ട കാര്യമില്ല, പരമമായൊരു കാരണമുണ്ട്. ആ കാരണത്തിനെ ആരും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഈ കാണുന്നതിനും ആരും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം. അതിനെന്താ യുക്തിഭംഗം എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒന്നിനെ പരമകാരണമായി സ്വീകരിക്കുകയും അതിനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അത് ഏതിനെ സംബന്ധിച്ചുമാകാം. ഈ കാണുന്ന പ്രപഞ്ചവും അതും ആരും സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടി ഉണ്ടായതിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവസ്ഥാദോഷങ്ങൾ എവിടെ തുടങ്ങിയെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത്? സൃഷ്ടിയെ സംബന്ധിച്ച് പരമാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല എന്നേ സ്വീകരിക്കാൻ പറ്റും. അവിടേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത്. കാരണം പ്രപഞ്ചം പ്രത്യക്ഷമായി ജീവന്റെ മുമ്പിലുണ്ട്. അവിടെ ജനന മരണങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ജനനം പ്രത്യക്ഷമായി കാണുന്ന പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനന മരണങ്ങളെ നേരിട്ട് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നാർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അത് പ്രത്യക്ഷാനുഭവം. മുമ്പോട്ടിലും പറയും, നിങ്ങൾക്കിതെല്ലാം അനുഭവമുണ്ട്, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊന്നും നിങ്ങൾക്ക് അനുഭവമില്ലെന്നോ ഇതൊന്നും സംഭവിക്കുന്നില്ലെന്നോ എന്നല്ല നിങ്ങൾ പറയുന്നു. ഇവിടെ ജനന മരണങ്ങളെല്ലാം ഉണ്ട്, അത് സമ്മതിക്കാം. പ്രപഞ്ചം സജീവമായിട്ടുണ്ട് മുമ്പിൽ, നിങ്ങളുടെ അനുഭവത്തിൽ അതുള്ളതാണ്, അതിനെയൊന്നും നിഷേധിക്കുന്നു. ആരുടെയും അനുഭവത്തെ ഇവിടെ ചോദ്യം ചെയ്യുന്നു. പക്ഷെ ഇത് സത്യമാണോ? ഒരാൾ പറയുന്നു എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനെ സത്യമാണെന്ന് കരുതുന്നതാണ്. ആ ഒരു ഭാഗത്തിന് ഇവിടെ ചോദ്യം ചെയ്യുന്നു. ഒരു വിഷയം അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് സത്യമായി കൊള്ളണമെന്നില്ല. അനുഭവപ്പെടുന്നത് കൊണ്ട് സത്യമാണെങ്കിൽ രജ്ജുവിലെ സർപ്പവും സത്യം എന്ന് പറയേണ്ടി വരും. അത് സത്യമാണെന്ന് ആരും പറയുന്നില്ല. ഭ്രമം അതും അനുഭവമാണ്, പക്ഷെ ഇത് യഥാർത്ഥമല്ല. അതുപോലെ പ്രപഞ്ചം അനുഭവപ്പെടുന്നു, പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെല്ലാം അനുഭവപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് എന്താണ്? പാമരന്മാരുടെ അനുഭവം, മൂഢബുദ്ധികളുടെ അനുഭവം വെച്ചുകൊണ്ടല്ല സത്യാന്വേഷണം തുടങ്ങുന്നതും അത് അവസാനിക്കുന്നു. പക്ഷെ അത് വിവേകികളുടെ ചിന്ത അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വിവേകപൂർവമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന എന്താണ്? സൃഷ്ടിയെ സത്യമായി അംഗീകരിക്കാൻ നിവർത്തിയില്ല. സൃഷ്ടിയെ അംഗീകരിക്കും, കാരണം അത് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് സത്യമായി അംഗീകരിക്കാൻ നിവർത്തിയില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഏതൊരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ശങ്കരാചാര്യർ ജീവനുള്ള പ്രപഞ്ചത്തെ കൊല്ലുന്ന ആളാണ്. പ്രപഞ്ചം സചേതനമായി ഒരുവന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ്. അപ്പൊ അതിന്റെ ആ സചേതനത്വം അതിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിന്റെ പരമാർത്ഥം എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ആ പരമാർത്ഥം വിവേകത്തിൽ മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ വിവേകത്തിന്റെ ഭാഷയിലാണ് മനസ്സിലാക്കേണ്ടത്, അല്ല കേവലമായ അനുഭവത്തിന്റെ ഭാഷയിലല്ല. അതുകൊണ്ട് ഏത് തരത്തിൽ ചിന്തിച്ചാലും ശരി, സൃഷ്ടിയെ വാസ്തവമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മറിച്ച്
സൃഷ്ടിയെ പ്രത്യക്ഷമായി നിഷേധിക്കുന്നുമില്ല. നമ്മൾ ചോദ്യം ചെയ്യുന്ന അവിടെയാണ്. സൃഷ്ടി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുകയും ഇതില്ലാത്തതാണെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ സ്വീകരിക്കും? അതില്ലാത്തതാണെന്ന് പറയുന്നില്ല. അതില്ലാത്തതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുക എന്നുള്ളതായിരിക്കും. നമ്മുടെ അനുഭവത്തെ നിഷേധിച്ചിട്ട് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ അനുഭവത്തെ ആദ്യം അംഗീകരിക്കുക ചെയ്യുന്നത്. അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല. നിങ്ങളുടെ അനുഭവം ശരിയാണ്, അനുഭവം, പക്ഷെ അതിലുള്ള പരമാർത്ഥത അതെന്താണെന്നാണ്. അപ്പോൾ പാരമാർത്ഥികമായി നോക്കുമ്പോൾ ഈ അനുഭവം കേവലം ഒരാരോപിതം മാത്രമാണ്. അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അജാദ്വൈ ജായത്തെ യസ്യ ദൃഷ്ടാന്തസ്തസ്യ നാസ്തി വൈ ജാതാച്ച ജായമാനസ്യ ന വ്യവസ്ഥ പ്രസജ്യത്തെ ഹേതോരാദിഫലം യേഷാം ആദിർഹേതുഫലസ്യ ച ഹേതോ ഫലസ്യ ച നാദി കഥം തൈരുപവർണ്യതേ യത്ര തു അസ്യ സർവം ആത്മൈവാഭൂതിരി പരമാർത്ഥതോ ദ്വൈതാഭാവ ശ്രുത്യാ ഉക്തഃ തം ആചര്യാഹ. ശ്രുതി തന്നെ പറയുന്നു എന്താണ്? യത്ര തു അസ്യ സർവം ആത്മൈവ അഭൂത് സ കേനകം പശ്യേ കേനകം വിജാനീയ. ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഒരുവന് എപ്പോഴാണോ സർവവും താനായി തന്നെ തീർന്നത്, താൻ അന്യനെന്നുള്ള ഭേദം നശിച്ച് സർവവും താൻ മാത്രമായി തീരുന്നത്, അവിടെ ആ അവസ്ഥയിൽ പരമാർത്ഥത ദ്വൈതാഭാവ ശ്രുത്യാവസ്ഥ. ശ്രുതി പറയുന്ന ദ്വൈതാഭാവം അവിടെയാണ്. അത് എങ്ങനെ? പരമാർത്ഥത, അതിനാണ് പ്രാധാന്യം. ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സത്യമായി അനുഭവപ്പെടുന്നതിനെ മിഥ്യ എന്ന് പറയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് പരമാർത്ഥത ദ്വൈതാഭാവം. അതാണ് ശ്രുതി പറയുന്നത്. നിങ്ങളെ കാണുന്ന നിലയിലുള്ള ദ്വൈതത്തിന്റെ അഭാവത്തെയല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അവിടെ വ്യാഘാത ദോഷം വരും. എനിക്ക് നാവില്ല എന്ന് പറയും പോലെയാണ്. അതാണ് വ്യാഘാത ദോഷം എന്ന് പറയുന്നത്. ഒരാൾക്കങ്ങനെ പറയാൻ ഒരിക്കലും കഴിയത്തില്ല. എനിക്ക് നാവില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതുപോലെയാണ് ഒരാൾ പറയുന്നത് എന്താണ്? ഇതാ ഈ കാണുന്നതൊന്നും ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ അത് വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെയാണ്. കണ്ണടച്ചാലും പകലിരുട്ടാവും. പക്ഷെ അത് നമുക്കറിയാം എന്താണ് വാസ്തവത്തിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇരുട്ട് വാസ്തവത്തിൽ വരുന്നില്ല, പക്ഷെ കണ്ണടയുന്നതേ ഉള്ളൂ. അപ്പോൾ ജഗത് മിഥ്യ എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെ അല്ല. പിന്നെ ഇതിന് പാരമാർത്ഥികമായ നിലയുണ്ട്, പരമാർത്ഥത. അടുത്ത് ഭാഷ്യകാരൻ തന്നെ പറയും, നിങ്ങൾ ഇവിടെ വിവാദം ഉണ്ടാക്കുന്നു. മിഥ്യയാണെന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു, അസത്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഭാഷ്യകാരൻ അടുത്ത് ചോദിക്കും, മുക്തി, സമാധി, സുഷുപ്തി, ഈ അവസ്ഥകളിലെല്ലാം നിങ്ങൾക്ക് തർക്കമില്ലല്ലോ, അവിടെയൊന്നും നിങ്ങൾ തർക്കിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അതൊന്നും ഈ തലത്തിലല്ല, ഈ അനുഭവത്തിന്റെ തലത്തിൽ, അല്ലെങ്കിൽ ഇതിനെ വ്യാവഹാരികമായ ഒരു തലമെന്ന് പറയും. ഈ തലത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ, കണ്ടുകൊണ്ടിരിക്കുന്നതിനെ നിഷേധിക്കുകയല്ല അദ്വൈതത്തിൽ ചെയ്യുന്നത്. മറിച്ച് പരമാർത്ഥത അത് മനസ്സിലിരിക്കണം. എന്നാലേ ഈ ജഗത് മിഥ്യാത്വവാദം എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. നമ്മളത് അംഗീകരിച്ചാലും നിഷേധിച്ചാലും, അതിനെ ഉൾക്കൊണ്ടാലും അതിനെ തിരസ്കരിച്ചാലും ഇതെന്താണെന്ന് മനസ്സിലാകണമല്ലോ. ഇതിനെ നിഷേധിക്കുന്ന പലരും
പ്രത്യക്ഷ ശ്രവണത്തിൽ തന്നെ ഇതിനെ നിഷേധിക്കുന്ന പലരും ഇതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പരമാർത്ഥത്തിൽ അതില്ല എന്നാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാത്തതാണ്. എന്ന് പറയുന്നു പരമാർത്ഥത ദ്വൈതാഭാവ ശ്രുത്യുക്ത. ദ്വൈതാഭാവം ശ്രുതി പറഞ്ഞിരിക്കുന്നത് പാരമാർത്ഥികമായൊരു തലത്തിലാണ്. അതിന് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത് സമാധിയും സുഷുപ്തിയും എല്ലാം പോലെ. സമാധിയിലും സുഷുപ്തിയിലും എല്ലാം ഒരു തരത്തിലുള്ള ദ്വൈതാഭാവമുണ്ട്. അതുപോലെ ഒന്നാണ് ഈ പാരമാർത്ഥികമായ ദ്വൈതാഭാവം. അതാണ് ശ്രുതി പറയുന്നത്. അതിനെ ആശ്രയിച്ചിട്ട് വേണം ഇവിടെ ഈ പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്ന കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ മൂഢതയിൽ നിന്നുകൊണ്ടല്ല. നിങ്ങളുടെ മൂഢതയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം ഇല്ല എന്നല്ല പറയുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ആ ചർച്ച വീണ്ടും തുടങ്ങി. കാരണം ഇത് ചർച്ച ചെയ്യുന്നത് മൂഢന്മാരോടല്ല. പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ ഉത്പത്തി, സ്ഥിതി, നാശത്തെക്കുറിച്ച്, ഇതിന്റെ സത്യ അസത്യത്തെക്കുറിച്ചെല്ലാം വളരെ സൂക്ഷ്മമായി ചിന്തിച്ചിട്ടുള്ള പ്രാമാണികന്മാരായ ആചാര്യന്മാരോടാണിത് പറയുന്നത്. ഇതാണ് സാഖ്യ, ന്യായ, വൈശേഷിക ആചാര്യന്മാർ. അവരോട് പറയുമ്പോൾ ഇത് എളുപ്പം അവസാനിക്കത്തില്ല ചർച്ച. അതാണ് നീണ്ടുപോകുന്നത്. കാരണം അത് ബോധ്യപ്പെടുത്തണം. അവർ നിൽക്കുന്ന തലം ഏതാണ്, പരമാർത്ഥ തത്വത്തിന്റെ തലം ഏതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു. ഹേതുഹോ ധർമാധർമാദി കാരണം ദേഹാദി സംഘാത ഫലം യേശാം വാദിനാം. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണം കോഴിയുടെയും മുട്ടയുടെയും ഉദാഹരണം. സാധാരണ ചോദിച്ചുണ്ട്, ആദ്യം ഏതാ ഉണ്ടായത്, കോഴിയാണോ മുട്ടയാണോ? ഇവിടുത്തെ ചർച്ചയുടെ അടിസ്ഥാനം അത് തന്നെയാണ്. ഇതിൽ കാര്യകാരണഭാവം നിങ്ങളെങ്ങനെ സമർത്ഥിക്കുന്നു? ഇത് അനാദിയാണെന്ന് പറയാമോ? അനാദിയായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ വ്യക്തിഭേദം കൊണ്ട് സംഭവിക്കുന്നു. ഇതിലാദ്യം ഏതാ ഉണ്ടായത്, തുടക്കം എവിടെ നിന്ന് തുടങ്ങി, ഏതിൽ നിന്ന് തുടങ്ങിയെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം ഏതെങ്കിലും ഒന്നിനെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന് മുമ്പ് എന്തെന്ന് ചോദ്യം വരും. ഇവിടെ പൊതുവായി ഈ ജഗത്തിനെ കുറിച്ച് പറയുന്നു. ഹേതു ധർമാധർമാദി കാരണം പൊതുവായി പറയുന്ന അതാണ്. ഈ ശരീരത്തിന് കാരണം എന്താണ്? സൃഷ്ടി എന്ന് പറയുമ്പോൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ചേതനമായ സൃഷ്ടിയാണ്. ചൈതന്യവത്തായ ശരീരങ്ങളുടെ സൃഷ്ടി. അതിലാണ് നമ്മൾ പ്രത്യക്ഷമായി സൃഷ്ടിസ്ഥിതി നാശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മിൽ തന്നെ എന്ന് പറയാം. ബാഹ്യമായ ഒന്നിലല്ല നമ്മൾ മുഖ്യമായും സൃഷ്ടിസ്ഥിതി നാശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ ജനനം, തന്റെ നിലനിൽപ്പ്, തന്റെ മരണം. ഇതാണ് സൃഷ്ടിസ്ഥിതി നാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്ന് പറയുമ്പോൾ അവിടെ തന്റെ ജനനം, മരണം എന്ന് പറയുമ്പോൾ എന്തായാലും ആ ജനന മരണങ്ങളിൽ നിന്നും വേർതിരിച്ച് തന്നെ കാണും. ജനന മരണങ്ങൾ സംഭവിക്കുന്നത് തന്റെ ശരീരസംഘാതത്തിനാണെന്നും മനസ്സിലാക്കുന്നു. ഇത്രയും സാഖ്യന്മാരും ന്യായവൈശേഷികന്മാരും എല്ലാം ഇത്രയും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവിന്റെ അസ്തിത്വത്തെ അവർ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ ശരീരസംഘാതം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിന് എന്താ കാരണം? അതവർ പറയുന്നു പുണ്യപാപങ്ങൾ. അതും അവരംഗീകരിക്കുന്നു. ഒരു കാരണം കൂടാതെ സംഭവിക്കത്തില്ല. കാരണമായി അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ധർമാധർമാദി എന്ന് വെച്ചാൽ പുണ്യപാപങ്ങൾ. അതെന്ന് പറയുമ്പോൾ അത് ഹേതുവായി വരുന്ന കർമ്മം, രാഗദ്വേഷാദികൾ, ധർമാധർമ്മങ്ങൾക്ക് കർമ്മത്തിന് കാരണമായിരിക്കും. ഇതെല്ലാം വരും.
അത് കാരണമായി എടുക്കാം. സർവശരീരങ്ങൾക്കും മനുഷ്യ പശുപക്ഷാദി സർവശരീരങ്ങൾ കാര്യമോ ദേഹാദി സംഘാത ഫലം യേശാം വാദിന ഇതിവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മീമാംസകര്, സംഖ്യന്മാര്, ന്യായവൈശേഷികന്മാര്, ബൗദ്ധന്മാര്, ജൈനന്മാര് എന്നിവരുടെ സർവരും ഇത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കാര്യകാരണങ്ങളായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പുണ്യപാപങ്ങൾ കാരണം, ശരീരം കാര്യം, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തഥാ ആദി കാരണം ഹേതു ധർമാധർമാദി ഫലസ്യ ദേഹാദി സംഘാതസ്യ പുണ്യപാപങ്ങൾ കാരണമാണ് ശരീരമാകുന്ന ഫലത്തിന്. ഏവം ഹേതുഫലയോരിതരേതര കാര്യകാരണത്വേന ആദിമത്വം പ്രവദ്ഭിരേവ ഹേതു ഫലസ്യ അനാദിത്വം കഥം തൈരുപവർണ്ണിതേ. ഇവിടെ ഒരു ചോദ്യം വരും. എല്ലാവർക്കും ഉത്തരം പറയാൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. പുണ്യപാപങ്ങളിൽ നിന്ന് നിങ്ങൾ ശരീരം ഉണ്ടായി എന്ന് പറയുന്നെങ്കിൽ ആ പുണ്യപാപങ്ങൾ ഏതിൽ നിന്നുണ്ടായി? വീണ്ടും അതിന് കാരണമായി ശരീരത്തെ തന്നെ പറയേണ്ടി വരും. ശരീരം ഉണ്ടായി, ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവന് രാഗദ്വേഷങ്ങളുണ്ടായി, അവൻ കർമ്മങ്ങൾ ചെയ്തു, ധർമാധർമ്മങ്ങൾ അനുഷ്ഠിച്ചു, അതിൽ നിന്ന് പുണ്യപാപങ്ങളുണ്ടായി, അത് വീണ്ടും അടുത്ത ശരീരത്തിന് കാരണമായി തീർന്നു. ഇങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ ചോദിക്കും പഴയ ചോദ്യം, ആദ്യം എന്ത് കോഴിയാണോ ഉണ്ടായത്, അതേ മുട്ടയാണോ ഉണ്ടായത്? ആദ്യം ശരീരമാണോ ഉണ്ടായത്, അതേ പുണ്യപാപമാണോ ഉണ്ടായത്? അപ്പം അതിന് ഉത്തരം പറയാൻ കഴിയത്തില്ല. കാരണം അതിനൊരു തുടക്കം പറയണം. ആദ്യം ഇന്നതുണ്ടായി. ആദ്യം പറയുകയാണ് ശരീരമാണ് ഉണ്ടായെങ്കിൽ പറയേണ്ടി വരും പുണ്യപാപങ്ങളില്ലാതെ ശരീരം ഉണ്ടായി എന്ന് സമ്മതിച്ചാൽ പിന്നീട് ബാക്കിയുള്ള ശരീരങ്ങൾക്കും പുണ്യപാപങ്ങളുടെ ആവശ്യമില്ല. അല്ല, പറയുകയാണ് ആദ്യം ഉണ്ടായത് പുണ്യപാപങ്ങളാണ് എന്ന് പറഞ്ഞാൽ ശരീരമില്ലാതെ തന്നെ പുണ്യപാപങ്ങളുണ്ടായി, പുണ്യപാപങ്ങൾക്ക് ശരീരം ആവശ്യമില്ല എന്ന് പറയേണ്ടി വരും. അപ്പം അത് ഇതിനൊരു തുടക്കം പറയാൻ കഴിയാത്തതുകൊണ്ട് എന്ത് പറയുന്നു? ഇത് അനാദിയാണെന്ന് പറയുന്നു. ഈ ഒരു കാര്യകാരണഭാവം അനാദിയാണ്. ഇവിടെ അജാതവാദത്തിൽ എന്താണ് ചെയ്യുന്നത്? ചില ഭൗതികവാദികളും മറ്റും പറയുന്നത് പോലെ ഭൗതികവാദത്തിൽ പറയുന്നത് എന്താണ്? ഈ കാര്യകാരണ ശൃംഖല ഇത് ഒരു പരിധിവരെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ, അതിനപ്പുറം കാര്യകാരണഭാവം ഇല്ലെന്നോ. കാര്യകാരണ ഒരു ശൃംഖലയായി നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് ഇതിനൊരു പരമകാരണത്തെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭൗതികവാദികളിൽ ചിലർ പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ അജാതവാദത്തിലും പറയുന്നത്. എന്താണ് പറയുന്നത്? ഇതിനെ അനാദിയായി സ്വീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുകൊണ്ട്. അനാദി എന്ന് പറഞ്ഞാൽ ഇതിന് ആദിയില്ല. ആദി വന്നു കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് തുടങ്ങണം, ഒന്നുകിൽ ഫലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹേതുവിൽ നിന്ന് തുടങ്ങണം. അതിന് ആദിയേ ഇല്ലെങ്കിൽ, തുടക്കമില്ലെങ്കിൽ, ഫലത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറയും പോലെ അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ വയ്യ. ആദ്യം ഏത് തുടങ്ങിയെന്നറിയാൻ വയ്യ. ആദ്യം കോഴിയാണോ അതേ മുട്ടയാണോ അതറിയാൻ വയ്യ. അതിന് സമമാണ് അനാദി എന്ന് പറയുന്നത്. അനാദി എന്ന് പറഞ്ഞ ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഫലത്തിൽ അതറിയില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അനാദി എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതിന് തുടക്കമില്ല എന്നാണ്. പക്ഷെ ഇവിടെ തുടക്കം കാണുന്നുണ്ട്. ഇവിടെ എന്താണ്? ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അനാദി എന്ന് പറഞ്ഞാലോ അത് ശരിയാവത്തില്ല. കാരണം എന്തുകൊണ്ട്? ഭാഷ്യകാരൻ പറയുന്നു ഇവിടെ ആദി കാണുന്നുണ്ട്. ആദിയുള്ള ഒന്നിനെ നിങ്ങൾക്ക് എങ്ങനെ അനാദി എന്ന് പറയാൻ പറ്റും? കാരണം ഇവിടെ ശരീരം അത് ആദിയുള്ളതായി കാണുന്നു, പുണ്യപാപങ്ങൾ ആദിയുള്ളതായി കാണുന്നു. ഇവിടെ പറയുന്ന കാര്യവും കാരണവും ആദിയുള്ളതാണെങ്കിൽ ഇതിന് അനാദി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അർത്ഥമില്ലാത്ത ഒരു പ്രയോഗമാണെന്നാണ്.
ഇവം ഹേതു ഫലയോരിതരേതര കാര്യകാരണത്വന. നിങ്ങളിതിനെ പരസ്പരം കാര്യകാരണമായി പറയുന്നുണ്ട്. ശരീരത്തിൽ നിന്ന് പുണ്യപാപങ്ങളിൽ നിന്ന് ശരീരം, ഇങ്ങനെ പരസ്പരം കാര്യകാരണം പറയുന്നുണ്ട്. നമ്മൾ പ്രത്യക്ഷമായി കാണുന്നുണ്ട്. എന്താണ്? വൃക്ഷത്തിൽ നിന്ന് ബീജം, ആ ബീജത്തിൽ നിന്ന് വീണ്ടും വൃക്ഷം. ഇത് ആദി കാണുന്നുണ്ട് ഓരോന്നിനും. ആദിമത്വം വിരോധിരേവ ഹേതുഹോ ഫലസിൽ അനാദിത്വം കഥം തേരുവ വർണ്ണിതേ. ഇത് പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുകയെ ഇതിന് ആദിയില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതേതോ ഒരു അനാദിയിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? വിപ്രതിഷിദ്ധം. ഇത് വിരുദ്ധമായ കാര്യമാണ്. ഒരു തരത്തിൽ നിങ്ങൾ പറയുന്നു വൃക്ഷത്തിൽ നിന്ന് ഫലമുണ്ടായി, ഫലത്തിൽ നിന്ന് വൃക്ഷമുണ്ടായി, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇതെല്ലാം അനാദിയാണ്. ആദിയുള്ളതിനെ അനാദി എന്ന് പറയുന്നത് വിപ്രതിഷിദ്ധമാണ്, പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണഭാവത്തെ അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രത്യക്ഷമായി ഇവിടെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല. അതാണ് പറഞ്ഞു വരുന്നത്. നഹി നിത്യസ്യ കൂടസ്ഥസ്യ ആത്മനോ ഹേതുഫലാത്മത സംഭവതി. ഇവിടെ പറയുന്നത് എന്താണ്? പരമാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ, തുര്യൻ. തുര്യനിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. തുര്യനെ കുറിച്ച് എന്ത് പറയുന്നു? അത് നിത്യമാണ്, കൂടസ്ഥമാണ്, വികാരരഹിതനാണ്. അതാണ് ആത്മാവ്, അതാണ് നിന്റെ വാസ്തവ സ്വരൂപം. നിർവികാരമായിരിക്കുന്ന നിന്നിൽ എങ്ങനെ ഈ കാര്യകാരണഭാവം വരും? നിന്നിൽ എങ്ങനെ ഇതെല്ലാം അനാദിയായി നിലനിൽക്കും? അതുകൊണ്ട് ഈ അനാദിവാദം അത് അബദ്ധമാണ്. കാര്യകാരണ കൽപ്പന പ്രപഞ്ചത്തിലുള്ള അതും അബദ്ധമാണ്. പരമാർത്ഥത്തിൽ നിർവികാരിയായ ആത്മാവാദം മാത്രമാണ് സത്യം. ബാക്കി കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ആരോപിതമാണ്, കൽപ്പിതമാണ്, പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഹേതോർ ആദിഫലം യേഷാം ആദൃഹേതുഫലസ്യ ച ഹേതുഫലസ്യ ച നാദി കഥം തേരുപവർണ്യതേ. ഹേതോരാദിഫലം യേഷാം ആദൃഹേതുഫലസ്യ ച തഥാ ജന്മഭവത്തേഷാം പുത്രാജന്മപിതൃയഥാ കഥം തൈഹി വിരുദ്ധം അഭ്യുപഗമ്യതേ. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ സ്ഥായിയായ സ്ഥിരമായ ഒരു കാര്യകാരണ ബന്ധത്തെ നിങ്ങൾ കണ്ടുപിടിക്കുകയും പരമകാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ അത് അനാദിയാണെന്ന് പറയുകയും ചെയ്യുന്നത് എന്താണോ? അത് വിഡ്ഢിത്തമാണെന്നാണ്. അത് നിങ്ങൾ പറയുന്നത് പരസ്പര വിരുദ്ധമായൊരു കാര്യമാണ്. ഉച്യതേ ഹേതുജന്യാദൈവ ഫലാ ഹേതോർ ജന്മ അഭ്യുമഗച്ഛതാം തേഷാം ഈദൃശോ വിരോധോക്തോ ഭവതി യഥാ പുത്രാ ജന്മ പിതു. നിങ്ങൾ പറയുന്നത് എന്താണ്? വൃക്ഷത്തിൽ നിന്ന് ബീജം ഉണ്ടാകുന്നു, ബീജത്തിൽ നിന്ന് വീണ്ടും വൃക്ഷം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താണ്? പിതാവിൽ നിന്ന് പുത്രനുണ്ടായി, ആ പുത്രനിൽ നിന്ന് വീണ്ടും പിതാവുണ്ടായി എന്ന് പറയും പോലെയാണ്. അങ്ങനെ ഒരു അസംബന്ധമാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ പറയുമല്ല, വൃക്ഷത്തിൽ നിന്ന് ബീജമുണ്ടായി, ആ ബീജത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷമുണ്ടായി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ചോദിക്കും, ഇപ്പോ ഒരു വൃക്ഷത്തിൽ നിന്ന് ബീജം ഉണ്ടായല്ലോ, തിരിഞ്ഞു ചിന്തിക്കാൻ പറയും. ആ വൃക്ഷം എന്തായാലും വേറെ ഏതോ ഒരു ബീജത്തിൽ നിന്നാണല്ലോ ഉണ്ടായത്. അതേതാ ബീജം? അത് ഇതിനു മുമ്പുണ്ടായ മറ്റൊരു വൃക്ഷത്തിന്റെ ബീജമാണ്. അപ്പോൾ പിറകിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അന്യവൃക്ഷം, അന്യബീജം, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെവിടെ തുടങ്ങി? ഉത്തരം പറയാൻ കഴിയാതെ വരും.
അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, വൃക്ഷത്തിൽ നിന്ന് ബീജം, ബീജത്തിൽ നിന്ന് വൃക്ഷം, ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഇവയ്ക്ക് പരസ്പരം സ്ഥായിയായ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാര്യകാരണ ബന്ധം ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സൃഷ്ടിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും കാരണത്തെ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. അത് കാണാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ വൃക്ഷത്തിൽ നിന്ന് ബീജം, ബീജത്തിൽ നിന്ന് വൃക്ഷം എന്നിങ്ങനെ പറഞ്ഞാൽ അത് പിതാവിൽ നിന്ന് പുത്രൻ, പുത്രനിൽ നിന്ന് പിതാവ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അബദ്ധമാണ്. അല്ലെങ്കിൽ ഇതിനെവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ട് പറയണം, ഇവിടെ ഇതിൽ നിന്ന് തുടങ്ങി എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ കാര്യകാരണ ബന്ധം സൃഷ്ടി കാണുന്ന ഇത് അവ്യവസ്ഥിതമാണ്, ഇതിൽ യുക്തിയില്ല. അതുകൊണ്ട് കാര്യം പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഹേതോരാദിഫലം യേഷാം ആദർഹേതുഫലസ്യ ച തഥാ ജന്മ ഭവേത് തേഷാം പുത്രാജന്മ പിതൃയഥാ സംഭവേ ഹേതുഫലയോർ യേഷിതവ്യക്രമസ്ത്വയാ യുഗവത് സംഭവേ യസ്മാത് അസംബന്ധോ വിഷാണവത് യഥോക്തോ വിരോധോ ന യുക്തോ അഭ്യുമഗന്ധമിതി ചേത് മന്യസേ സംഭവേ ഹേതുഫലയോരുത്പത്തോ ക്രമേഷിതവ്യസ്ത്വയാ അന്വേഷ്ടവ്യോ ഹേതു പൂർവം പശ്ചാത് ഫലം ചെയ്തി. അപ്പോ ഇവിടെ പറയുന്നു, പിതാവിൽ നിന്ന് പുത്രനുണ്ടായി, പക്ഷെ പുത്രനിൽ നിന്നെന്തായാലും ആ പിതാവ് ഉണ്ടാകുന്നില്ല. പുത്രനിൽ നിന്ന് വേറൊരു പുത്രനുണ്ടാകുമ്പോൾ ആ പുത്രൻ പിതാവാകുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇതിനൊരു ക്രമമുണ്ട് എന്ന് പറയും. എന്നാൽ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥായിയായ ഒരു ക്രമം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ ഈ സൃഷ്ടിയിൽ? പറ്റത്തില്ല. എന്തുകൊണ്ട് ക്രമം സ്വീകരിക്കുന്നു? ക്രമം സ്വീകരിച്ചില്ലെങ്കിൽ യുഗപത് സൃഷ്ടിയെ സ്വീകരിക്കേണ്ടി വരും. പുത്രനും പിതാവും എല്ലാം ഒരുമിച്ചുണ്ടായി എന്ന് പറയേണ്ടി വരും. ഒരുമിച്ചുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കാര്യകാരണഭാവം വരാതെ പോകും. അതുകൊണ്ട് ക്രമത്തെ അംഗീകരിച്ചുകൊണ്ട് ചിന്തിച്ചാലും ക്രമത്തെ അംഗീകരിക്കുമ്പോൾ എന്ത് വരുന്നു? ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു ബീജം, ആ ബീജത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷം, അങ്ങനെ ഒരു ക്രമം അത് സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്വീകരിച്ച് ചിന്തിച്ചാലും ദോഷമുണ്ട്, ആ ക്രമത്തെ സ്വീകരിച്ചില്ലെങ്കിലും ദോഷമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. യഥോക്തോ വിരോധോ നയുക്തോ അഭ്യുമഗന്ധവിധി ചെയ്ത് മന്യസേ. മുമ്പ് പറഞ്ഞ വിരോധത്തെ സ്വീകരിക്കാൻ കഴിയില്ല എങ്കിൽ സംഭവേ ഹേതുഫലയോരുത്പത്തോ ക്രമേഷിതവ്യത്വയ. ഉത്പത്തിയിൽ ക്രമത്തെ സ്വീകരിക്കേണ്ടി വരും. ഹേതുഹോ പൂർവം പശ്ചാത് ഫലം. ആദ്യം ഹേതുവിനെ സ്വീകരിക്കുക, രണ്ടാമത് ഫലത്തെ സ്വീകരിക്കുക. ആദ്യം ഒരു കാരണമുണ്ടായി, പിന്നീട് ഒരു കാര്യമുണ്ടായി, അതിൽ നിന്ന് പിന്നെ മറ്റൊരു കാരണം ഉണ്ടാകുന്നു. അങ്ങനെ ഇതस्य യുഗപത് സംഭവേ യസ്മാത് ഹേതുഫലയോ കാര്യകാരണത്വേന അസംബന്ധ. ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടായെന്ന് പറയാനും നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെ കാര്യകാരണങ്ങൾക്ക് പരസ്പരം ബന്ധമില്ലാതെ വരും. ഏതുപോലെ യഥാ യുഗപത് സംബോധോ സവ്യ ഇതര ഗോവിഷാണയോ. ഒരുമിച്ച് ഉണ്ടാകുന്ന രണ്ട് വസ്തുക്കൾക്ക് ഒരേ സമയം കാര്യകാരണഭാവം വരത്തില്ല. ഉദാഹരണം പറയുന്നു, പശുവിന്റെ കൊമ്പ് സവ്യതര, ഇടത്തും വലത്തും, വലത്തും ഇടത്തുമായിട്ട് രണ്ട് കൊമ്പ് അത് ഉണ്ടാകും. ഒന്നും മറ്റൊന്നിന് കാരണമല്ല. ഒരു കൊമ്പിൽ നിന്നല്ല മറ്റൊരു കൊമ്പുണ്ടാകും. എന്തുകൊണ്ട്? അത് ഒരുമിച്ചുണ്ടായി. അപ്പോൾ സൃഷ്ടിയെ ഒരുമിച്ചാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ കാര്യകാരണഭാവമേ ഇല്ലാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല.
ഒരു കൊമ്പ് മറ്റൊരു കൊമ്പിന് കാരണമാകാത്തതുപോലെ ഒരു കാലത്ത് സർവവും ഒരുമിച്ച് സംഭവിച്ചു എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണഭാവം സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ ഇവിടെ കാര്യകാരണഭാവം കാണുന്നുണ്ട്. അനുഭവത്തിനും ഇതെല്ലാം ഒരുമിച്ചല്ല. വൃക്ഷത്തിൽ നിന്ന് ബീജം, ബീജത്തിൽ നിന്ന് വൃക്ഷം, ഇതിങ്ങനെ ക്രമമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ക്രമസൃഷ്ടിയെ സ്വീകരിച്ചുകൊണ്ടാണ് ഇതിൽ കാര്യകാരണഭാവം സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നത്. അദ്വൈതത്തിൽ യുഗപസൃഷ്ടിയെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദോഷമില്ല. എന്തുകൊണ്ട്? യുഗപസൃഷ്ടി സംഭവിക്കാം, സൃഷ്ടി പരമാർത്ഥമല്ലെങ്കിൽ. സ്വപ്നത്തിൽ സംഭവിക്കുന്നത് പോലെ സ്വപ്നത്തിലെ സൃഷ്ടി യുഗപത് സംഭവിക്കുന്നു. സ്വപ്നം പ്രകടമാകുമ്പോൾ എല്ലാം ഒരുമിച്ച് പ്രകടമാകും. അതിനകത്ത് കാര്യമോ കാരണമോ എല്ലാം സംഭവിക്കാം. പക്ഷെ എല്ലാം യുഗപത്താ സംഭവിക്കും. സൃഷ്ടി അവാസ്തവമാണെങ്കിൽ യുഗപത് സൃഷ്ടിയെ സ്വീകരിക്കാം. സൃഷ്ടി വാസ്തവമാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ക്രമമൊന്നും സ്വീകരിക്കാനും പറ്റത്തില്ല, യുഗപത്തൊന്നും സ്വീകരിക്കാനും പറ്റത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് പരമാർത്ഥമല്ലെന്ന് തന്നെ സ്വീകരിക്കും. ഇവിടെ ചർച്ച ചെയ്യുന്നതിന്റെ താല്പര്യം ഇതാണ്. ഈ സൃഷ്ടി പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്ന ഒരുവന് മാത്രമേ ഈ സൃഷ്ടിയിൽ നിന്ന് മോക്ഷമുള്ളൂ, മോചനമുള്ളൂ. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഇത് പരമാർത്ഥമാണെന്നൊരാൾ ധരിച്ചാൽ അയാൾക്കൊരിക്കലും ഇതിൽ നിന്ന് മോചനമില്ല, മുക്തി സാധ്യമല്ല. ഇനി ഒരുവൻ കരുതുകയാണ് എന്താണ്, സൃഷ്ടിയുടെ തത്വം ഞാൻ മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇതിൽ നിന്ന് മുക്തനായി എന്ന് കരുതിയാലും ആ മുക്തി ആത്യന്തികമായിരിക്കത്തില്ല, താത്കാലികമായിരിക്കത്തില്ല. സാങ്കന്മാരും ന്യായവൈശേഷികന്മാരും എല്ലാം സൃഷ്ടിയെ പരമാർത്ഥമായി കാണുന്നു. മുക്തി അവരംഗീകരിക്കുന്നുണ്ട്. അവരും പറയുന്നു എന്താണ്, തത്വവിചാരം കൊണ്ട്, വിവേകം കൊണ്ട് ഈ സൃഷ്ടിയിൽ നിന്ന് ഞങ്ങൾ മുക്തരാകുന്നു എന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ മുക്തി എന്ന് പറയുന്നത് സൃഷ്ടിയിൽ നിന്നുള്ള മുക്തിയാണ്, അല്ല ഇവിടെ മറ്റൊന്നും മോചിക്കാനില്ല. ആത്മാവ് നിത്യമുക്തമാണ്. അതിനാണ് ബന്ധനം സംഭവിച്ചിരിക്കുന്നത്. ബന്ധനം സൃഷ്ടി കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മോചനം സൃഷ്ടിയിൽ നിന്ന് സംഭവിക്കുന്നു. അപ്പോൾ സൃഷ്ടി സത്യമാണെന്ന് കരുതി അതിൽ മോചനത്തെക്കുറിച്ച് പറയുന്നവരാണ് ദ്വൈതികൾ. അവരുടെ ആ മോചനം താത്കാലികമാണ്. കാരണം സത്യമായ സൃഷ്ടി അവരെ എന്നായാലും വീണ്ടും ബന്ധിക്കും. കാരണം സൃഷ്ടി സത്യമാണെങ്കിൽ അതൊന്ന് മോചിച്ചാലും വീണ്ടും കാലമുണ്ട്, ദേശമുണ്ട്, സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്, വീണ്ടും അതിനവനെ ബന്ധിക്കാം. അതുകൊണ്ട് സൃഷ്ടിയെ സത്യമായി കരുതുകയും മോക്ഷത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് അസംബന്ധമാണ് എന്നാണ്. ശങ്കരാചാര്യർ തന്നെ ഈ സൃഷ്ടി പരമാർത്ഥമല്ലെന്ന് എന്തിനു പറയുന്നു? നിരതിശയമാണ് മോക്ഷം എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. മോക്ഷം ആത്യന്തികമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്യന്തികമായൊരു മോക്ഷത്തെ കുറിച്ച് സങ്കല്പിക്കണമെങ്കിൽ ഈ പ്രപഞ്ചം അസത്യമായാലേ പറ്റൂ. അതുകൊണ്ട് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയും എന്താണ്, മോക്ഷം ശാശ്വതമാണോ, നിത്യമാണോ? പ്രപഞ്ചം അസത്തായി തന്നെ തീരണം. സത്യമായ പ്രപഞ്ചവും സത്യമായ മോക്ഷവും അത് സാധിക്കില്ല. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിന്റെ സ്വഭാവം ബന്ധിക്കുക എന്നുള്ളതാണ്. ആ സ്വഭാവം പറഞ്ഞല്ലോ, പ്രകൃതി പോലും അതിന്റെ സ്വഭാവത്തെ വിടുന്നില്ല, വിടാൻ കഴിയില്ല. അപ്പോൾ പ്രപഞ്ചത്തിന്റെ സ്വഭാവം ബന്ധിക്കുക എന്നുള്ളതാണെങ്കിൽ ആ പ്രപഞ്ചത്തെ സത്യമായി തന്നെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ ആ ബന്ധനവും സത്യമായിരിക്കും. അപ്പോൾ മോചനം താത്കാലികമായി സംഭവിക്കത്തുള്ളൂ. നിത്യമുക്തി എന്നുള്ളത് അസംഭവമായി തീരും.
അതുകൊണ്ട് ആ പ്രപഞ്ചം അസത്യമായി തന്നെ തീരണം. അല്ലെങ്കിൽ പ്രപഞ്ചം അസത്യമെന്ന് ബോധ്യപ്പെടണം. പ്രപഞ്ചം അസത്യമെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അയാൾ താൻ ത്രികാലത്തിനും മുക്തനായിരുന്നു എന്ന് ബോധിക്കത്തുള്ളൂ. മുക്തി ത്രികാലത്തിനും, ഭൂതവർത്തമാന ഭാവി 3 കാലത്തിലും താൻ മുക്തനായിരുന്നു എന്ന് ബോധിക്കാൻ അതുകൊണ്ടേ കഴിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആ പ്രപഞ്ചത്തിന്റെ അസത്യത്തെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാതെ നമ്മൾക്ക് സത്യമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ അസത്യമാണെന്ന് യുക്തി കൊണ്ട് സമർത്ഥിച്ചിട്ട് ഇവിടെ വേറൊന്നും നേടാനില്ല. യുക്തി കൊണ്ട് സമർത്ഥിച്ചാൽ സത്യമായി തന്നെ പ്രതീതമാകുന്ന ഈ പ്രപഞ്ചത്തെ മുക്തിക്ക് വേണ്ടി അല്ലാതെ അസത്യമെന്ന് സമർത്ഥിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മൾ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താണ്? പ്രപഞ്ചത്തെ മിഥ്യയാണെന്ന് നമ്മളെ ധരിപ്പിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എന്തോ ഒരു പുതിയ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണെന്നാണ്. അങ്ങനെയല്ല. പ്രപഞ്ചം മിഥ്യയാണെന്ന് ധരിപ്പിച്ചിട്ട് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ വെളിപ്പെടുത്താനില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ നേടാനുമില്ല. ആത്മമോക്ഷം, അത് ആത്മാവിന്റെ നിത്യമായ മോക്ഷം ഒരാൾക്ക് അനുഭൂതമാകണമെങ്കിൽ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് അനുഭവപ്പെട്ടേ മതിയാവും. അതുകൊണ്ട് പറയും അദ്വൈത സിദ്ധി പ്രപഞ്ച മിഥ്യാത്വപൂർവകമാണ് എന്നാണ് അദ്വൈതാചാര്യന്മാർ പറയുന്നത്. അതല്ലാതെ സാധ്യമല്ല. അങ്ങനെ അദ്വൈത സിദ്ധമായാലേ മോക്ഷം, നിത്യമോക്ഷം അതൊന്ന് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് പല പല യുക്തികളിലൂടെ അതിനെ ബോധ്യപ്പെടുത്തുകയാണ്. ആരോട്? ഈ പ്രപഞ്ചം സത്യമാണെന്ന് കരുതുന്നവരോട്. അതുകൊണ്ട് ഈ ചർച്ച ഇങ്ങനെ വിപുലമായി പോകും, അവസാനിക്കാതെ പോകും. സംഭവേ ഹേതുഫലയോ ഏഷിതവ്യക്രമസ്ത്വയാ യുഗപദ് സംഭവേ യസ്മാത് അസംബന്ധോ വിഷാണവത് ഫലാദുത്പദ്യമാനഃ സൻ നതേ ഹേതു പ്രസിദ്ധ്യതി അപ്രസിദ്ധ കഥം ഹേതു ഫലം ഉത്പാദയിഷ്യതി കഥം അസംബന്ധ ഇത്യാഹ. യുഗപത് സൃഷ്ടി സ്വീകരിച്ചു കഴിഞ്ഞാൽ കാര്യകാരണങ്ങളെല്ലാം ഒരേ സമയം പ്രകടമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? പറഞ്ഞു കാര്യകാരണങ്ങൾക്ക് പരസ്പര ബന്ധമില്ലാതെ പോകും. ഇതിന്നതിന്റെ കാരണം, ഇതിന്നതിന്റെ ഫലം എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാതെ പോകും എന്നാണ്. എന്തുകൊണ്ട്? ജന്യാസ്വതോ അലബ്ധാത്മകാത് ഫലാത് ഉത്പദ്യമാനഃ സൻ ശശവിഷാണാദേരിവ അസതോ ന ഹേതു പ്രസിദ്ധ്യതി. ജന്മന ലഭതേ പറയുന്നു. ഒരു വസ്തു ഉത്പന്നമാകുമ്പോൾ എന്തായാലും ഉള്ളത് ഉത്പന്നമാകേണ്ട കാര്യമില്ല. ഇല്ലാതിരുന്നതാണ് ഉത്പന്നമാകുന്നത്. അപ്പോൾ സ്വയം അസത്തായിരിക്കുന്ന ഒന്ന്, അതിനാണ് നമ്മൾ ഉത്പന്നമാകുന്നു എന്ന് പറയുന്നത്, അതിനാണ് ഫലം എന്ന് പറയുന്നത്. വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ബീജത്തെ തന്നെ എടുക്കാം. വൃക്ഷമുണ്ടായി, ആ വൃക്ഷത്തിൽ നമ്മൾ ബീജത്തെ കാണുന്നില്ല. കാലം കൊണ്ട് വൃക്ഷത്തിൽ നിന്ന് ബീജം ഉണ്ടാകും. അപ്പൊ അസത്തായിരുന്ന ബീജം ഉണ്ടായി, അത് പിന്നെ കാരണമാകുന്നു എന്നാണ് പറയുന്നത്.
അത് കാരണമായി തീർന്ന് അതിൽ നിന്ന് വീണ്ടും വൃക്ഷം ഉണ്ടാവും. ആ വൃക്ഷം എങ്ങനെ? അസത്തായ വൃക്ഷം ഉണ്ടാവും, ഇല്ലാതിരുന്ന വൃക്ഷം ഉണ്ടാവും എന്ന് പറയുമ്പോൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒന്നാണ് ഈ അസത്തിൽ നിന്നാണ്, ഇല്ലായ്മയിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയും ഒന്ന് സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന്, ശശവിഷാണത്തിൽ നിന്ന് ഒരു ഫലമുണ്ടായി, അത് മറ്റൊന്നിന് ഹേതുവായി തീർന്നു എന്നെല്ലാം സ്വീകരിക്കുന്നത് പോലെ ആയിത്തീരും. ചിന്തിച്ചു നോക്കുമ്പോൾ അസത്തിൽ നിന്ന് സൃഷ്ടിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ജന്യാസതോ അലബ്ധാത്മക. ഫലം ജന്യമാകുന്നു എന്ന് പറഞ്ഞാൽ അത് മുമ്പില്ലാതിരുന്നാണ്, ഉള്ളതുണ്ടായി എന്ന് പറയത്തില്ലല്ലോ. അങ്ങനെയുള്ള ഫല ഉത്പദ്യമാന സൻ ശശവിഷാണാദേരിവ അസതോ ന ഹേതു പ്രസിദ്ധി. അങ്ങനെ അസത്തിൽ നിന്നുണ്ടായ ഒന്ന് ഹേതുവായി തീരുക, മറ്റൊന്നിന് കാരണമായി തീരുക എന്ന് പറഞ്ഞാൽ ശശവിഷാണത്തിൽ നിന്ന് മറ്റൊന്നുണ്ടാകുക എന്നുള്ളത് പോലെയാണ്. ജന്മലഭത അങ്ങനെ ചിന്തിക്കുമ്പോൾ അസത്തിൽ നിന്ന് ഒന്നിന്റെ ഉത്പത്തി, ഉത്പന്നമായത് മറ്റൊന്നിന്റെ കാരണമായി തീരുക, ഇതൊന്നും സംഭവിക്കത്തില്ല. അലബ്ധാത്മകോ അസിദ്ധസ്ഥൻ ശശവിഷാണാദി കൽപ്പഹ തവ കഥം ഫലം ഉത്പാദയിഷ്യൻ. അസത്തായിരിക്കുന്ന ശശവിഷാണാദിയെയും പോലിരിക്കുന്ന ഒന്ന് എങ്ങനെ ഫലത്തെ ഉണ്ടാക്കും? നഹി ഇതരേതര അപേക്ഷസിദ്ധയോ ശശവിഷാണാദികൽപ്പയോ കാര്യകാരണഭാവേന സംബന്ധ ക്വചിത് ദൃഷ്ട. പരസ്പരം അപേക്ഷിച്ചിരിക്കുന്നത് പോലെ, പരസ്പരം അപേക്ഷിച്ചിരിക്കുന്ന സാപേക്ഷമായിരിക്കുന്നവയാണ് നിങ്ങൾ കാര്യകാരണങ്ങളെന്ന് പറയുന്നത്. കാര്യകാരണ സംബന്ധം ഇവയിൽ പറയുന്നു. പരസ്പരം അപേക്ഷിക്കുന്ന എങ്ങനെ? വൃക്ഷത്തിൽ നിന്ന് ബീജം, അടുത്ത വൃക്ഷം അതേ ബീജത്തെ തന്നെ അപേക്ഷിക്കുന്നു. കാര്യത്തെ അപേക്ഷിച്ച് കാരണം വരുന്നു, ആ കാരണത്തെ അപേക്ഷിച്ച് വീണ്ടും കാര്യം വരുന്നു. ഇതാണ് പരസ്പരാപേക്ഷ. ആ പരസ്പരാപേക്ഷ എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ഇതിന്റെ ആദ്യം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാവർക്കും, അത് ഭൗതികമായിട്ടായാലും ശരി ആധ്യാത്മികമായിട്ടായാലും ശരി, അവർക്ക് അവരുടെ മുമ്പിൽ ഈ പ്രഹേളിക വരും. ഇത് തുടക്കം എവിടെ? ഏതിനെങ്കിലും ഒന്നിനെ നിങ്ങൾ തുടക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, അതെങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണെങ്കിൽ തുടക്കമില്ലെന്നായി. തുടക്കമില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യകാരണ ബന്ധം ശരിയല്ല. കാര്യകാരണ ബന്ധം നിങ്ങൾക്ക് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് വരും. കാര്യകാരണ ബന്ധത്തിലുള്ള ദോഷം എന്താണ്? ഒരു കാരണം കൂടിയേ തീരും. എവിടെയാണോ നിങ്ങളുടെ അന്വേഷണം അവസാനിക്കുന്നത് അവിടെയും വീണ്ടും കാരണത്തെ അപേക്ഷിക്കും. അപ്പോൾ പിന്നെ അന്വേഷണം അവിടെ അവസാനിക്കത്തില്ല, വീണ്ടും പിന്നിലേക്ക് പോകേണ്ടി വരും. ഞങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചു പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതിനെന്ത് കാരണമെന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കും. അപ്പോൾ മനുഷ്യന് അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ കാലദേശ പരിമിതികൾക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ കാര്യകാരണ അന്വേഷണത്തിൽ നിന്ന് അവന് മോചിക്കാൻ പറ്റത്തില്ല, മോചിതനാകാൻ കഴിയത്തില്ല സ്വയം. കാരണം ഇവിടെയും കാരണത്തെ സംബന്ധിച്ചുള്ള ചോദ്യം വരും. ഇത് അവസാനമെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് അവസാനമെന്ന് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും, എന്നാൽ പിന്നെ ഈ കാണുന്നത് തന്നെ അവസാനം, ഇവിടെ തന്നെ നിന്നാ മതിയായിരുന്നല്ലോ, എന്തിനും പിന്നിലോട്ട് പോയി? ഈ നിൽക്കുന്നിടത്ത് നിന്ന് പിന്നിലോട്ട് പോകുന്ന എന്തിന്? കാരണ അന്വേഷണത്തിനാണ്. എവിടെയെങ്കിലും ചെന്നിട്ട് ആ കാരണ അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റും? ഇല്ല. കാരണം അവിടെ ആ ചോദ്യം വരും, ബുദ്ധി ഉള്ളിടത്തോളം ആ ചോദ്യം വരും. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഈ കാര്യകാരണ ഭാവേനുള്ള ഈ സംബന്ധം ഒരിടത്തും നിങ്ങൾക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല. ഇനി
പറയുകയാണ് അങ്ങനെ ഒരു കാര്യകാരണഭാവത്തെ നമ്മൾ ശൂന്യതയിൽ അവസാനിപ്പിക്കുകയാണ്, അസത്തിൽ. ഇതേതോ ഒരു ഇല്ലായ്മയിൽ നിന്ന് തുടക്കം എന്നാണെങ്കിൽ ഇവിടെ ഇല്ലായ്മയിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാകണം. അതാ പറയുന്നത്. ശേഷവിഷാണത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകണം. ആകാശകുസുമോ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നില്ല, അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകണം. അതിവിടെ സംഭവിക്കുന്നില്ലല്ലോ. ഇത് ആചാര്യസ്വാമികൾ പലയിടത്തും പറയുന്നു. കാര്യകാരണ ബന്ധത്തെ നമുക്ക് ഒരു പരിധിവരെ അംഗീകരിക്കേണ്ടി തന്നെ വരും. പക്ഷെ അതും ആത്യന്തികമായ സമാധാനമല്ല. കാരണം കാരണാന്വേഷണത്തെ ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല, അനവസ്ഥാദോഷം വരും. ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? ഇതെല്ലാം ശുദ്ധശൂന്യത്തിൽ നിന്ന്, ഒരു ഇല്ലായ്മയിൽ നിന്നെല്ലാം ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ആ ശൂന്യത ഇപ്പൊ ഇവിടെ മുമ്പിലുണ്ട് സർവത്ര. ഇതിൽ നിന്ന് എന്തുകൊണ്ട് ഒന്നും പ്രകടമാകുന്നില്ല? എന്തുകൊണ്ട് വിത്ത് വൃക്ഷത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു, മറ്റൊന്നിൽ നിന്നുകൊണ്ടുണ്ടാകുന്നില്ല? കാരണം വൃക്ഷമൊഴികെ ബാക്കി എല്ലായിടത്തും ആ വിത്തിന്റെ ശൂന്യതയുണ്ട്. അവിടെ നിന്നല്ല എന്തുകൊണ്ട് ആ വിത്തുണ്ടാകുന്നില്ല? വൃക്ഷത്തെ തന്നെ എന്തുകൊണ്ട് ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും കാര്യകാരണ ബന്ധത്തെ സംബന്ധിച്ച് അവസാന വാക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കാര്യകാരണ ചിന്ത ഇത് പരമാർത്ഥമെന്ന് കരുതി തുടരാൻ പറ്റത്തില്ല. പിന്നെ ഇത് പരമാർത്ഥമല്ല, കൽപ്പിതമാണ്, അവാസ്തവമാണെന്ന് കരുതിയാൽ പിന്നെ അവിടെ ആകാം. അവാസ്തവമായ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധങ്ങളോ നമ്മൾ കണ്ടുപിടിക്കുകയോ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ എന്ത് വേണോ ആകാം. പക്ഷെ ആദ്യം ഒന്ന് സ്വീകരിക്കണം, എന്താണ്? ഇത് പരമാർത്ഥമല്ല. ഇത് പരമാർത്ഥമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് അദ്വൈതത്തിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഫലാദുത്പദ്യമാനസൻ നതേ ഹേതു പ്രസിദ്ധ്യതി അപ്രസിദ്ധ കഥം ഹേതു ഫലം ഉത്പാദയിഷ്യതി യദി ഹേതു ഫലാത് സിദ്ധി ഫലസിദ്ധിശ്ച ഹേതുത കദരത് പൂർവനിഷ്പന്നം യസ്യ സിദ്ധിരപേക്ഷയാ അസംബന്ധത ദോഷേണ അപോദിതേവി ഹേതുഫലയോ കാര്യകാരണഭാവേ യദി ഹേതുഫലയോർ അന്യോന്യസിദ്ധി അഭ്യുമീത ഏവ ത്വയാ കദരത് പൂർവനിഷ്പന്നം ഹേതുഫലയോർ യസ്യ പശ്ചാദ്ഭാവിന സിദ്ധി സ്യാത് പൂർവസിദ്ധി അപേക്ഷയാ തദ്ബ്രൂഹി. ഈ കാര്യകാരണ ശൃംഖലയെ അംഗീകരിക്കാൻ വയ്യാത്ത എന്തുകൊണ്ടാണ്? ഇത് തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് തമ്മിലൊരു സ്ഥിരമായ ബന്ധത്തെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് സത്യമാണെന്ന് വരും. ഇന്ന കാരണത്തിൽ നിന്ന് ഇന്ന കാര്യം അങ്ങനെ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല. അതാണ് അസംബന്ധതാദോഷം. അസംബന്ധതാദോഷമുണ്ട്, ദൃഢപ്പെടുത്താൻ കഴിയുന്നില്ല ഇന്ന കാരണത്തിൽ നിന്ന് ഇന്ന കാര്യം. കാരണം അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ ബന്ധം നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുന്നതാണ്. കാര്യകാലങ്ങളിലേക്ക് പിന്നിലേക്ക് ചെല്ലുമ്പോൾ എവിടെയോ വെച്ച് ഈ ബന്ധം മുറിഞ്ഞു പോകും. എവിടെയെങ്കിലും ചെന്നിട്ട് ഇത് കാര്യം, ഇതിനപ്പുറം കണ്ടെത്താൻ കഴിയുന്നില്ല, ഇത് കാരണം, ഇതിനപ്പുറം പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു നിർത്തേണ്ടി വരുന്നതാണ് അസംബന്ധതാദോഷം. പ്രപഞ്ചത്തിൽ ഈ കാര്യകാരണത്തെ അന്വേഷിക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു ദോഷത്തിൽ ചെന്നെത്തി നിൽക്കേണ്ടി വരും. ഹേതുഫലയോർ അന്യോന്യസിദ്ധി അഭ്യുമമ്യതേവ ത്വയാ. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്തുവരും പ്രത്യക്ഷമായി കാണുന്നില്ലേ? വൃക്ഷത്തിൽ നിന്ന് ഫലം, ഫലത്തിൽ നിന്ന് വൃക്ഷം. അപ്പൊ ഇതിങ്ങനെ പരസ്പര
സാപേക്ഷമായി നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ കാണുന്നുണ്ട്. വൃക്ഷത്തെ അപേക്ഷിച്ച് വിത്ത് വരുന്നു, വിത്തിനെ അപേക്ഷിച്ച് വൃക്ഷം വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാലും കതരത് പൂർവ്വനിഷ്പന്നം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഈ വൃക്ഷവും വിത്തും ഇതിൽ ഏതാണ് ആദ്യം ഉണ്ടായത്? യസ്യ പശ്ചാത്ഭാവിന സ്ഥിതി. ആദ്യം ഒന്നുണ്ടായാലേ അടുത്തതുണ്ടാവും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇത് ആദ്യം ഇവിടെ ഇന്നതുണ്ടായി എന്ന് പ്രകൃതിയിൽ നിങ്ങൾക്ക് നിർണയിക്കാൻ കഴിയുന്നില്ല. പൂർവസിദ്ധമായ കാരണത്തെ അപേക്ഷിച്ച് പശ്ചാത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ടായി, അത് പറയാൻ കഴിയുന്നില്ല. കഴിയുമെങ്കിൽ പറയുക എന്നാണ്. അനാദി എന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് ദോഷമുണ്ട്. കാരണം ഇത് ഓരോന്നിനും ആദിയുണ്ട്. പിന്നെ നിങ്ങൾ ഏതിനെ അനാദി എന്ന് പറയുന്നു? ഇനി അനാദി എന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ അനവസ്ഥാ ദോഷം വരും. നിങ്ങൾ ഒരിടത്തും എത്തിയില്ല എന്നല്ല. കാര്യകാരണത്തെ സംബന്ധിച്ച് ഒരു നിർണയത്തിലെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് പറയുന്നത് അനാദിയാണ്. അതുകൊണ്ട് അനാദിവാദം ശരിയല്ല. അതുകൊണ്ട് തന്നെ എന്താണ് കാര്യകാരണ ഈ ശൃംഖലയുടെ പൂർവം പശ്ചാത്ത് എന്ന് ഒന്നിനെ നിർണയിക്കാൻ പറ്റുന്നില്ല. അത് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ വാസ്തവത്തിലൊരു കാര്യകാരണ ബന്ധം ഇല്ല എന്ന് സ്വീകരിക്കേണ്ടി വരും. യദി ഹേതു ഫലസിദ്ധി ഫലസിദ്ധിശ്ച ഹേതുത കതരത് പൂർവനിഷ്പന്നം യസ്യ സിദ്ധിരപേക്ഷയാ അശക്തിരപരിജ്ഞാനം ക്രമകോബോധവാ പുനഃ ഏവം ഹി സർവഥാ ബുദ്ധൈർ അജാതിപരിദീപിത. എന്തുകൊണ്ട് അജാതിയെ സ്വീകരിക്കുന്നു? അതിന് സമാനം പറയുന്നു. അഥ ഏതെന്ന് ശക്തിരെ വക്തുവിധി മന്യസേ സ്വയം അശക്തി അപരിജ്ഞാനം തത്വവിവേകോ മൂഢത. ഇതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കതരത് പൂർവ്വനിഷ്പന്നം. അതാണ് ചോദ്യം. ഈ കാര്യകാരണ ശൃംഖലയിൽ പൂർവ്വനിഷ്പന്നമായത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് സമാധാനം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പറയുന്നത് എന്തുകൊണ്ട്? ഈ സാഖ്യ ന്യായ വൈശേഷികന്മാരെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചിന്തിച്ചവരാണ്. അവരുടെ ചിന്തകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ലൗകികമായ സാധാരണ ഒരു യുക്തിക്ക് മറുപടി പറയുന്നതല്ല ഇത്. അവരുടെ അതിവിസ്തൃതമായ ശാസ്ത്രചിന്തകളിൽ ഉന്നയിച്ച പ്രശ്നങ്ങളും സമാധാനങ്ങളും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. സാധാരണ ചോദിക്കുന്ന കോഴിയാണോ ആദ്യം ഉണ്ടായത്, മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് പറയുന്ന ഒരു ചോദ്യം, അത് ഏത് ബുദ്ധിക്കും ചോദിക്കാമെന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടല്ല. ഇതിനെ സംബന്ധിച്ചുള്ള സർവ്വ ചർച്ചകളിലും വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പല ഉപായങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാണ് സത്കാര്യവാദം, ആരംഭവാദം തുടങ്ങിയ വാദങ്ങളെല്ലാം ഇതിന്റെ സമാധാനമായിട്ട് അവരാവിഷ്കരിച്ചാണ്. പക്ഷെ എന്തെല്ലാം ചർച്ച ചെയ്താലും ശരി, ഈ ചോദ്യത്തിനൊരുത്തരം കതരത് പൂർവം ആദ്യം ഏതാണ് എന്നുള്ളത് ഇന്ന ശക്യതേ വക്തം, നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല എന്നാണ്. എന്നാണെങ്കിൽ സ്വയംശക്തി, ഇതിനെന്ത് പറയും? ഇത് തത്വവിവേകോ മൂഢത. അത് നിങ്ങളുടെ തത്വചിന്തയിൽ വന്നിട്ടുള്ള ഒരു മൂഢതയാണ് എന്നർത്ഥം. അങ്ങനെ മൂഢതയെന്നേ പറയാൻ പറ്റും. കാരണം അവിടെ മോഹം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ പോകുന്നതാണ് മൂഢത എന്ന് പറയുന്നത്.
അഥവാ യോയം ത്വയോക്തഃ ക്രമോ ഹേതുഃ ഫലസ്യ സിദ്ധി ഫലസ്യ ഹേതോ സിദ്ധി ഇതരേതര ആനന്ദര്യ ലക്ഷണഃ തസ്യ കോപോ വിപര്യാസോ അന്യഥാഭാവസ്യ ഇത്യഭിപ്രായം. അല്ലെങ്കിൽ ഇതിനെ വേറെ തരത്തിൽ മനസ്സിലാക്കാം. എന്താണ്? എന്തായാലും നിങ്ങളൊരു കാര്യം പറയുന്നു, ഹേതുഃ ഫലസ്യ സിദ്ധി, വൃക്ഷത്തിൽ നിന്ന് ഫലമുണ്ടായി, ഫലാസ്യ ഹേതുഃ, ആ ഫലത്തിൽ നിന്നും മറ്റൊരു വൃക്ഷമുണ്ടായി. ഇതിങ്ങനെ പരസ്പരം കൽപ്പിച്ചു പോകുമ്പോൾ എവിടെയോ ചെല്ലുമ്പോൾ ഇതിനൊരു വിപര്യാസം, ഒരു വൈപരീത്യം വന്നു എന്നർത്ഥം എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം ആ കാര്യകാരണ ശൃംഖലയെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നു. അതാണ് ഇതിന്റെ ഒരു ദോഷം. ഏവം ഹേതുഫലയോ കാര്യകാരണഭാവാനുപത്തേഹി അജാതി സർവസ്യ അനുപരിതീപിത. അത് മാത്രമല്ല, ഈ കാര്യകാരണ ബന്ധത്തെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫലത്തിലെന്താ ശ്രദ്ധിക്കുന്നത്? ഇവിടെ കാര്യകാരണ ബന്ധമൊന്നൊന്നില്ല എന്നാണ് ഭൗതികവാദികൾ പറയുന്നത്. കാര്യകാരണ ബന്ധമേ ഇല്ല. കാര്യകാരണ ബന്ധമില്ലെങ്കിൽ എന്ത് സ്വീകരിക്കേണ്ടി വരും? അജാതിയെ സ്വീകരിക്കേണ്ടി വരും. അതെങ്ങനെ അജാതിയെ സ്വീകരിക്കുന്നു? മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രം എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടേ ഇല്ല, അത് സ്വീകരിക്കേണ്ടി വരും. അവിടെയാണ് കാര്യകാരണത്തെ നിർണ്ണയിക്കാൻ കഴിയാതെ വരുന്നത്. അത് ചോദിക്കാം, അവിടെയും ചോദിക്കാം, എന്താണ് ആദ്യം മണ്ണുണ്ടായോ അതോ പാത്രം ഉണ്ടായോ എന്ന് ചോദിക്കും. എന്താണ് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്? മണ്ണിൽ നിന്ന് അന്യമായൊരു പാത്രം അതുണ്ടായിട്ടേ. സർവസ്യ അനുത്പത്തി പരിദീപിത പ്രകാശിത. അപ്പോൾ കാര്യകാരണ ബന്ധത്തെ നിങ്ങൾക്ക് യുക്തിയിലൂടെ ഉറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് അങ്ങനെ സ്വീകരിക്കണം. എന്താണ്? ആ സൃഷ്ടാവിൽ നിന്നും അന്യമായി ഒരു സൃഷ്ടി ഉണ്ടായിട്ടേ ഇല്ല. അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് സൃഷ്ടി ഇല്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം. മുമ്പ് പറഞ്ഞല്ലോ, തുര്യന്റെ സ്പന്ദനമാണിത്, ഈ പ്രപഞ്ചം മുഴുവൻ. ആ തുര്യന്റെ സ്പന്ദന രൂപത്തിലുള്ള ആ പ്രപഞ്ചത്തിൽ നിങ്ങളെന്താ കാര്യകാരണത്തെ അതിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്? ഇവരെല്ലാം എന്താണ്? ഈ പ്രകൃതിയിൽ കാര്യകാരണത്തെ കണ്ടുപിടിക്കുകയാണ്. പ്രകൃതിയിൽ കാണുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം പ്രകൃതിയിൽ ഒരു കാരണത്തെ കണ്ടുപിടിക്കുകയാണ്. അവിടെയാണ് തെറ്റുപറ്റിയത്. ഇത് തുര്യന്റെ സ്പന്ദനമാണെങ്കിൽ തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. തുര്യനിൽ നിന്ന് അന്യമായിട്ടൊരു കാര്യമോ അതിന് കാരണമായി ഒരു തുര്യനോ അവിടെ എടുത്തു കാണിക്കാനില്ല. ഒന്നിന്റെ തന്നെ പല ഭാവങ്ങൾ. ഒരു മണ്ണിൽ നിന്ന് തന്നെ പല പാത്രങ്ങളുണ്ടാകുന്ന പോലെ അതൊന്നും മണ്ണല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പ്രകാശിത അന്യോന്യ പക്ഷദോഷം ബ്രുവദ്ഭി വാദിഭിർ ബുദ്ധൈഹി പണ്ഡിതൈഹി. അപ്പോ നിങ്ങളുടെ ഈ വാദങ്ങൾ, സാംഖ്യ, നൈയായിക, വൈശേഷിക എന്നെല്ലാം പറയുന്ന ഈ വാദങ്ങൾ നിങ്ങൾ പരസ്പരം തന്നെ എന്താണ് വാദിച്ച് അവസാനം അജാതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സൃഷ്ടാവിൽ നിന്ന് അന്യമായൊരു സൃഷ്ടി സംഭവിച്ചിട്ടില്ല. പിന്നെ സൃഷ്ടി സംഭവിച്ചെന്ന് കരുതി നിങ്ങൾ നടത്തുന്ന ഈ വാദപ്രതിവാദങ്ങളെല്ലാം മിഥ്യ. നിങ്ങളുണ്ടാക്കുന്ന ഈ നിയമങ്ങളെല്ലാം അതും മിഥ്യ തന്നെയാണ്. നിങ്ങൾ കാണുന്ന, നിങ്ങളിൽ നിന്ന് അന്യമായ സൃഷ്ടി അതും മണ്ണിൽ നിന്ന് വേറിട്ട് കാണുന്ന കുടത്തെപ്പോലെ മിഥ്യയാണ്. അത്രയുള്ള മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം. ഇത് ബുദ്ധൈഹി പണ്ഡിതേഹി വിവേകികൾ ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നതിനുള്ള വിവേകം നിങ്ങൾക്കില്ല, അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതാണ് ബുദ്ധൈഹി അജാതി പരിദീപിത. വിവേകികൾ ഈ തർക്കത്തിൽ നിന്നെല്ലാം അവർ ഗ്രഹിക്കുന്ന എന്തിനെയാണ്? അജാതത്തെയാണ്. അജാതി, സൃഷ്ടി അന്യമായി സംഭവിച്ചിട്ടില്ല എന്നുള്ളതിനാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജഗത് മിഥ്യയെന്നോ
പ്രപഞ്ചം അസത്യമാണെന്നോ എന്നൊന്നും കേട്ടിട്ട് ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ ലഘുവായ കാര്യമാണ്. ആർക്കും അനായാസമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. പാത്രവും മണ്ണും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാമെങ്കിൽ സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധവും അതുപോലെ അനായാസമായി മനസ്സിലാക്കും. ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ വാദങ്ങളിലൂടെയൊക്കെ ഈ സൃഷ്ടിയെ സമർത്ഥിക്കാനും കാര്യകാരണ ബന്ധത്തെ ഉറപ്പിക്കാനും പ്രപഞ്ചം സത്യമാണെന്ന് സമർത്ഥിക്കാനുമുള്ള ഈ ശ്രമങ്ങളിലൂടെയെല്ലാം വിവേകികൾ എന്താ മനസ്സിലാക്കുന്നത്? ഇതിന്റെ അസത്യത്തെ ആണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അശക്തിരപരിജ്ഞാനം ക്രമകോപോധവാ പുനഃ ഏവം ഹി സർവഥാ ബുദ്ധൈർ അജാതിപരിദേവിത ബീജാങ്കുരാഖ്യോ ദൃഷ്ടാന്ത സദാ സാധ്യസമോഹിസ നഹി സാധ്യസമോഹേതു സിദ്ധോ സാധ്യസ്യ യുജ്യതേ. ഇവിടെ പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ കാര്യകാരണതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു കാരണത്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ സത്യമായി ഉണ്ടായി, ആ കാരണം മറ്റൊരു കാരണത്തിൽ നിന്നുണ്ടായി. ഈ പ്രപഞ്ചത്തെ ആകെ എടുത്ത് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ആ പരമകാരണമാണ് പ്രകൃതി അല്ലെങ്കിൽ പ്രധാനം എന്നാണ് പറയുന്നത്. അതിനൊരു ദൃഷ്ടാന്തം ഉദാഹരണമായി പറയുന്നത് എന്താണ്? വളരെ ലഘുവായി പറയുന്നു. വൃക്ഷവും അതിന്റെ ബീജവും പോലെ. ഒരു വൃക്ഷത്തിൽ നിന്ന് ബീജം ഉണ്ടാകുന്നു. ആ ബീജത്തിൽ നിന്നൊരു അന്യവൃക്ഷം ഉണ്ടായി. അതിൽ നിന്ന് അന്യമായൊരു ബീജം ഉണ്ടായി. ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ഇതിലെന്താ യുക്തിഭംഗം എന്നാണ്. ഇതിങ്ങനെ സംഭവിക്കാമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മളിങ്ങനെ കാണുന്നതുകൊണ്ട് ഈ പ്രപഞ്ചവും ഇതുപോലെ ഏതോ ഒരു കാരണത്തിൽ നിന്നുണ്ടായി, ഇനി ഇതിൽ നിന്ന് മറ്റൊന്നുണ്ടാവും. ഇങ്ങനെ കൽപ്പിക്കാം. കൽപ്പനയിൽ എന്താ ദോഷം? പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന ദൃഷ്ടാന്തമുണ്ടല്ലോ, അതിലാണിപ്പോൾ ഞങ്ങൾക്ക് തർക്കമുള്ളത്, സംശയമുള്ളത്. ആദ്യം അത് വ്യക്തമാക്കുക. ഈ ഹേതുഫലങ്ങളുടെ കാര്യകാരണഭാവം നിങ്ങളെങ്ങനെ നിർണയിച്ചു? നിർണയിക്കണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അത് അവസാനിപ്പിക്കണം. ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കണം. എന്താ? ഇന്ന ഹേതുവിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ചു. വിത്തും വൃക്ഷവും എന്ന് പറയുന്ന ഈ ക്രമം ഇന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ചു എന്ന് പറയും. ഇന്ന വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടായി, അവിടെ നിന്ന് വിത്തും വൃക്ഷവും ഈ പരമ്പര ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയും. അപ്പൊ അവിടെയാണ് ഞങ്ങൾക്ക് സംശയം. ഏത് വൃക്ഷത്തിൽ നിന്നാണ് ഈ വിത്തുണ്ടായത്, അല്ലെങ്കിൽ ഏത് വിത്തിൽ നിന്നാണ് ഈ വൃക്ഷം ഉണ്ടായത്? അത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അവിടെ പറയാനുള്ള ഒരേ ഒരു വഴി അനാദി എന്നാണ്. അതും പറയാൻ നിവൃത്തിയില്ല. കാരണം ഇത് ഓരോന്നിനും ആദിയുണ്ട്. വൃക്ഷത്തിനും ആദിയുണ്ട്, വിത്തിനും ആദിയുണ്ട്. പിന്നെ പറയും എന്താണ്? ഈ പരമ്പര, ഇത് അനാദി. വൃക്ഷത്തിൽ നിന്നും വിത്തിൽ നിന്നും വേറിട്ടെന്താ പരമ്പര ഇവിടെയുള്ളത്? അങ്ങനെ ഒരു പരമ്പര കാണാനല്ലോ. ഒന്നുകിൽ വൃക്ഷം അല്ലെങ്കിൽ വിത്ത്, രണ്ടിനും ആദിയുണ്ട്. അല്ലാതെ വെറും അനാദി എന്ന് പറഞ്ഞാൽ അതൊരു കൽപ്പനയാണ്. അനവസ്ഥ എന്ന് പറയുന്ന ദോഷം വരുന്നത് അറിയില്ല എന്നാണ് അതിന്റെ സമാധാനം. അതുകൊണ്ട് അതിൽ തന്നെ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്തിച്ചേരാൻ കഴിയില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ കാര്യകാരണത്തെ സംബന്ധിച്ച് നിങ്ങൾക്കെന്ത് തീരുമാനിക്കാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഹേതു, അതായത് ദൃഷ്ടാന്തം, അത് സംശയഗ്രസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സിദ്ധാന്തവും അതുപോലെ സംശയഗ്രസ്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദാഹരണത്തെ എടുത്ത് കാണിച്ചിട്ട് പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ സാധ്യമല്ല. കാര്യകാരണ ബന്ധം ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ബന്ധത്തെ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല.
ഇത് ആരോപിതമാണ്, കൽപ്പിതമാണ്, അവാസ്തവമാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്നാണ് ഹേതുഫലയോ കാര്യകാരണഭാവ ഇത്യസ്മാഭിരുക്തം ശബ്ദമാത്രമാശ്രിത്യ ഛലമിതം തയോക്തം പുത്രാജന്മ പിതൃയഥ വിഷാണവച്ച അസംബന്ധ ഇത്യാദി. അപ്പൊ ഇവിടെ പറയാണ് ഹേതുഫലങ്ങൾക്ക് കാര്യകാരണ ബന്ധമുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അദ്വൈതിയോട് മറുപക്ഷത്തു നിന്ന് പറയുകയാണ്, ദ്വൈതികൾ പറയുകയാണ് ഞങ്ങൾ ഇത്രേ പറഞ്ഞുള്ളൂ, ഹേതുഫലങ്ങൾക്ക് കാര്യകാരണമുണ്ടെന്ന്. എന്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു? വൃക്ഷത്തിൽ നിന്ന് ഫലം ഉണ്ടാകും, ഫലത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകും, ഇത് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ ശബ്ദ മാത്രം ആശ്രിത്യ, ഞങ്ങൾ പറഞ്ഞ ശബ്ദത്തിൽ പിടിച്ചുകൊണ്ട് അദ്വൈതിയോട് അവർ പറയുകയാണ് ഛലമിതം, നിങ്ങളിത് പറയുന്നത് വെറും ഒരു പറ്റിക്കലാണ്, ഒരു വഞ്ചനയാണ്, ഒരു ചതിയാണ്. വേറെ ശബ്ദത്തെ എടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ സിദ്ധാന്തത്തെ ഖണ്ഡിക്കുക, അത് ശരിയായ രീതിയല്ല. തയോക്തം, അതിനുവേണ്ടി നിങ്ങളെന്ത് പറഞ്ഞു? പുത്രാജന്മ പിതൃയഥ, പുത്രനിൽ നിന്ന് പിതാവുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. വിഷാണവച്ച അസംബന്ധ, സവ്യേതര വിഷാണങ്ങളെ പോലെ, പശുവിന്റെ കൊമ്പ് പോലെ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു. കുറെ ശബ്ദങ്ങൾ പ്രയോഗിച്ചിട്ട് ഞങ്ങളുടെ പ്രധാനമായ സിദ്ധാന്തത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഇതൊന്നും ശരിയല്ല. ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. പ്രപഞ്ച സത്യമാണെന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ച വാദം സത്യമാണ്. നിങ്ങൾ ശബ്ദജാലത്തിലൂടെ ഞങ്ങളെ ചതിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒന്നും ശരിയല്ല, ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. ഇവിടെ ഒരു കാര്യകാരണ ബന്ധമുണ്ട്. അതിനുദാഹരണം വൃക്ഷവും ബീജവും തന്നെ എന്നിങ്ങനെ വീണ്ടും പൂർവപക്ഷി തന്റെ ആശയത്തെ പറയുകയാണ്. നഹി അസ്മാഭിർ അസിദ്ധാത് ഹേതോഹോ ഫലസിദ്ധി അസിദ്ധാത്വാത് ഫലാത് ഹേതുസിദ്ധിരഭ്യൂത. ഞങ്ങളൊരിക്കലും ഇല്ലാത്ത കാരണത്തിൽ നിന്ന് കാര്യം, അതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇല്ലാത്ത കാര്യത്തിൽ നിന്ന് കാരണം, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം അതൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദ്വൈതികൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ല എന്ന് നടിച്ചു. അതിനാണ് ഛലമെന്ന് പറയുന്നത്, ഛലപ്രയോഗം എന്ന് പറയും. അതായത് ഒരർത്ഥത്തിലൊരു വാക്യം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായാലും അത് മനസ്സിലാകാത്ത രീതിയിൽ അതിന് സമാനം പറയുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പറയണം നവകമ്പളോയം എന്ന് പറയുന്നു, ഒരു ഛലപ്രയോഗം. ഒരു ഉദാഹരണം പറയുന്നത് നവം എന്ന് പറയുന്ന ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്, പുതിയതെന്നുമുണ്ട് 9 എന്നും അർത്ഥമുണ്ട്. നവകമ്പളോയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്റെ ഇരിക്കുന്ന ഈ കമ്പിളി പുതിയതെന്നാണ് പറഞ്ഞയാൾ ഉദ്ദേശിച്ചത്. അപ്പൊ കേട്ടയാൾ പറയുകയാണ്, ഓ ഇവനിൽ ഒരു കമ്പിളിയല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ നവകമ്പളം എന്ന് പറഞ്ഞത് എന്ന് മറുപടി പറയും പോലെ. പറഞ്ഞയാള് പുതിയ കമ്പളം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കേട്ടയാളത് അറിയാത്ത രീതിയിൽ പറയുകയാണ്, ഇവനിൽ ഒരു കമ്പിളിയല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ 9 ഉണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് ഛലം എന്ന് പറയുന്നത്. പറയുന്നയാളിന്റെ താല്പര്യം മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാക്കാത്ത രീതിയിൽ അതിന് വേറെ അർത്ഥമുള്ളതുകൊണ്ട് ആ അർത്ഥത്തെ എടുത്തുകൊണ്ട് പറയുന്ന ആളിനെ വിഡ്ഢിയാക്കുക. ആ പണിയാണ് അദ്വൈതികൾ ദ്വൈതികളോട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി, പക്ഷെ എഴുതാപ്പുറം വായിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ പറയാത്ത അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെല്ലാം നിങ്ങളെ ഖണ്ഡിക്കുന്നു. അതാണ് നിങ്ങൾ ഇതുവരെ ചെയ്തതെന്നാണ്.
അപ്പോൾ അദ്വൈതി ചോദിക്കുകയാണ് കിം തർഹി, ശരി എന്നാൽ പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്, ഒന്നുകൂടി പറയും. നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇനി മറുപടി പറയാം. മനസ്സിലാക്കാതെ മറുപടി പറഞ്ഞെന്നാണല്ലോ പറയുന്നത്. മനസ്സിലാക്കി തന്നെ മറുപടി പറയാം. എന്താ നിങ്ങൾ പറയുന്നത്? ബീജാങ്കുരവ കാര്യകാരണഭാവോ അഭ്യുമഗമ്യതയിരി. ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീണ്ടും പറയുകയാണ് ദ്വൈതി, ബീജാങ്കുരത്തെ പോലെ കാര്യകാരണഭാവത്തെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നതിന്റെ താല്പര്യം. പ്രപഞ്ചം ബീജവും അങ്കുരവും പോലെയാണ്, കോഴിയും മുട്ടയും പോലെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പം അതിൽ നിങ്ങൾക്കൊരു കാര്യകാരണഭാവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലും കാര്യകാരണഭാവമുണ്ട്. കാര്യകാരണഭാവം ഉണ്ടെങ്കിൽ പ്രപഞ്ചം സത്യമാണ്, കൽപ്പിതമല്ല എന്നാണ്. വീണ്ടും അദ്വൈതി വിശദീകരിക്കുന്നു. ഞങ്ങൾ ഛലപ്രയോഗമല്ല നടത്തിയത്, കാര്യം മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ചിന്തിക്കുന്ന അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചില്ല. അവിടെയാണ് തകരാറ്. അത്ര വിച്ഛേദേ. ഇനി വീണ്ടും സമാധാനം പറയുന്നു. ബീജാങ്കുരാഖ്യോ ദൃഷ്ടാന്തോ സാധ്യേന തുല്യോ മമ ഇത്യഭിപ്രായ. നിങ്ങൾ ഈ പറഞ്ഞ ഈ ദൃഷ്ടാന്തം ഇതിൽ ഞങ്ങൾക്ക് സാധ്യസമമാണ്. എന്താണ് നിങ്ങൾ പറയുന്ന ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണഭാവമുണ്ട്, സത്യമാണെന്നാണ്. അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതേ കാര്യം തന്നെ ഈ ദൃഷ്ടാന്തത്തിനുമുണ്ട്. കോഴിയുടെയും മുട്ടയുടെയും കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇതിലേതാ ആദ്യം എന്നുള്ള കാര്യം. ആദ്യം ആ സംശയം തീർക്കുക. തീർന്നു കഴിഞ്ഞാൽ ഈ സംശയം തീരും. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള സംശയം തീരും. ആ സംശയം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ സംശയം എങ്ങനെ തീരും? ഇത്രയും ഞങ്ങൾ പറയുന്നു. ഇതിൽ ശരത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നില്ല, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു വീണ്ടും അതിനുള്ള അയുക്തി എടുത്ത് കാണിക്കുകയാണ്. ഒരു സിദ്ധാന്തവും ഒരു ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യവും കൂടെ ഇവിടെ പറയുകയാണ്. നിങ്ങളൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഉദാഹരണം ഇങ്ങനെ ആയതുകൊണ്ട് ഇന്നത് സംഭവിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അക്കാര്യമാണ് ഇനി പറഞ്ഞു വരുന്നത്. ബീജാങ്കുരാഖ്യോ ദൃഷ്ടാന്ത സദാ സാധ്യസമോഹിസ നഹി സാധ്യസമോഹേതു സിദ്ധൗ സാധ്യസ്യ യുജ്യതേ.